അങ്ങനെ നമ്മുടെ സച്ചി ഓടി എത്തുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് രേവതിക്ക് അപകടം പറ്റിയെന്ന് അറിഞ്ഞിട്ട്. എന്തായാലും രേവതിയുടെ അടുത്ത് വന്നിട്ട് രേവതി ഒരുപാട് സമാധാനിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് രേവതി പറയുന്നത് സച്ചിയേട്ടാ പോയി 5 ലക്ഷം പോയി എന്നൊക്കെ പറയുന്നത്. അത് പോട്ടെ സാരില്ല രേവതി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ, നീ എന്തിനാ അവരുടെ പിന്നിൽ ഓടാൻ നിന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ രേവതി ആണെങ്കിൽ പൊട്ടിക്കരയുണ്ട്. എന്തായാലും രേവതിയെ കാണാൻ അമ്മയും അനിയനും അനിയത്തിയും ഒക്കെ എത്തുന്നുണ്ട്. അവരൊക്കെ ആശ്വസിപ്പിക്കണമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ രേവതിക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റണില്ല. ആ സമയത്ത് നമ്മുടെ സച്ചി രേവതിയുടെ അമ്മോട് പറയുന്നുണ്ട്, എനിക്കിതിൻ്റെ പിന്നിൽ ആരാന്നൊരു ചെറിയ ഊഹമുണ്ട്. എന്തായാലും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തോക്കാം. അവരിത് എന്തായാലും കണ്ടെത്തുന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും ഇത് കണ്ടെത്തിയിരിക്കും. എന്നിട്ട് എന്തായാലും രേവതിയുടെ പൈസ തിരിച്ചു വാങ്ങിയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ രേവതിക്ക് എന്നിട്ടും ആശ്വാസമൊന്നുമില്ല. ആ സമയത്ത് നമ്മളെ സച്ചി രേവതിയോട് പറയുന്നത്, എന്തായാലും നീ പൂക്കടയിലേക്ക് വിളിച്ച് പറയാം, നമുക്കിപ്പോൾ പൂ വേണ്ടാന്നൊക്കെ പറഞ്ഞേക്കിന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ രേവതി വിളിച്ച് പറയണ സമയത്ത് ആ പൂക്കടക്കാരൻ പറയുന്നുണ്ട്, ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാൾ അഡ്വാൻസ് തന്നു കഴിഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആരും ഇത്രയും വലിയ എമൗണ്ട് ആരാ തന്നത് രേവതി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ആ പൂക്കടക്കാരൻ പറയുന്നുണ്ട്, ആരാന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഒരു സ്ത്രീയാണ് തന്നതെന്ന് പറയുന്നുണ്ട്. ഒരു സ്ത്രീയോ എന്നൊക്കെ പറയുന്നുണ്ട്. അതേന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ രേവതി ഡിസ്ചാർജായി വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സച്ചി രവിയോട് എല്ലാം പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ രവി പറയുന്നുണ്ട്, ആരാ ഈ സ്ത്രീ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അഡ്വാൻസ് കൊടുക്കണ ആളെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശിയുടെ ഒപ്പം നിൽക്കണം സഹായിക്കണ ആ ആൾ പറയുന്നുണ്ട്, എനിക്കറിയാം ആരാ ഈ പൈസ ഒക്കെ കൊടുത്തതെന്ന്, എനിക്കറിയാം ആരാ ആ സ്ത്രീ എന്നറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സച്ചി ചോദിക്കുന്നുണ്ട് ആരാന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട്, ഞാനൊരു ആക്ഷൻ പടത്തിൽ ചില രംഗങ്ങൾ പറയാം, അപ്പം നിങ്ങൾക്ക് ആരാ ആ സ്ത്രീ എന്ന് മനസ്സിലാവും എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ മുത്തശ്ശി തന്നെയാണ് അയാൾ പറയണത്. എന്തായാലും ഇവർക്കൊക്കെ പിന്നെ മനസ്സിലാവേണ്ടത് അത് മുത്തശ്ശിയാണെന്ന്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.